മലയാളത്തിന്റെ മോഹൻലാലിനെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം നൽകി രാജ്യം ആദരിച്ചപ്പോൾ സിനിമാ ലോകം അതൊരു ഉത്സവമായി കൊണ്ടാടുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അതിർത്തികൾ താണ്ടിയെത്തുന്ന അഭിനന്ദനങ്ങൾ കൊണ്ട് പുതുചരിത്രം രചിക്കപ്പെട്ട ദിവസങ്ങൾ. എത്രയോ അവാർഡുകൾ ആ കൈകൾ ഏറ്റുവാങ്ങിയതാണ്. അപ്പോഴൊന്നും അമിതമായ ആവേശമോ ആനന്ദമോ ആ മുഖത്ത് പ്രകടമായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ലാലേട്ടന്റെ കണ്ണുകളിൽ പരമോന്നത പുരസ്കാരത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. തലമുറകളെ പ്രചോദിപ്പിച്ച നായകനെ തേടി സിനിമയിലെത്തി 48-ാം വർഷം ലഭിച്ച അവാർഡിന്റെ സന്തോഷമുണ്ടായിരുന്നു. തെളിയിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ലാത്ത രാജാവിന്റെ കിരീടത്തിലേക്ക് ലേറ്റസ്റ്റായി വന്നു ചേർന്ന ഒരു വജ്രം മാത്രമായി ഫാൽക്കെ പുരസ്കാരം മാറുന്ന കാഴ്ച. സോഷ്യൽ മീഡിയ മറ്റൊരു ചർച്ചയിൽ മുഴുകി നിൽക്കവെയാണ് മോഹൻലാലിനെ തേടി മലയാളത്തെ തേടി ആ പുരസ്കാര വാർത്ത എത്തിയത്. ഏറ്റവും കൂടുതൽ പണം വാരിയ മലയാള ചിത്രമായി ലോകം മാറിയതായിരുന്നു ആ ചർച്ച. സിനിമ കടത്തി വെട്ടിയതാകട്ടെ മോഹൻലാലിന്റെ തന്നെ എമ്പുരാനെ. കഴിഞ്ഞ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രമായും ലോകം മാറിയിരുന്നു. മുൻപിലുള്ളത് ഒരു മോഹൻലാൽ ചിത്രം മാത്രം, തുടരും. ലോക റെക്കോർഡുകളും ഇട്ട് മുന്നേറുമ്പോൾ അവിടെ തകർക്കപ്പെടുന്നതെല്ലാം മോഹൻലാൽ ഇട്ടുവെച്ച റെക്കോർഡുകൾ കൂടിയാണ്. പുലിമുരുകനെ വെട്ടി 2018 ഹയസ്റ്റ് ഗ്രോസർ ആയപ്പോഴും തകർന്നു വീണത് ഒരു മോഹൻലാൽ റെക്കോർഡ് തന്നെ. ചിത്രം മുതൽ തുടരും വരെ റെക്കോർഡുകൾ കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച മലയാളത്തിന്റെ താരമൂല്യത്തിന്റെ പ്രതീകമാണ് അദ്ദേഹം. ഓരോ തവണ അത് മറ്റാരെങ്കിലും തകർക്കുമ്പോഴും വീണ്ടും അദ്ദേഹം തന്നെ അത് തിരുത്തുന്നതാണ് മലയാള സിനിമ ഇത്രയും കാലം കണ്ടത്. വീണ്ടും തിരുത്തപ്പെടാൻ അയാൾക്ക് മുന്നിലുള്ളത് ഒരു ലോഡ് റെക്കോർഡുകളാണ്. അതെല്ലാം തിരുത്തി കുറിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർക്കും അത്രമേൽ വിശ്വാസമുണ്ട്. അതിനായി ഒരുങ്ങുന്നതും പല രൂപത്തിൽ പല ഭാവത്തിലുള്ള മോഹൻലാൽ സിനിമകൾ. മോളിവുഡിലെ ഏതൊരു റെക്കോർഡ് എടുത്താലും അതിൽ ആദ്യം ഉണ്ടാവുക മോഹൻലാൽ എന്ന പേരാണ്. മലയാളത്തിലെ ആദ്യ 50 കോടി, 100 കോടി, 250 കോടി അങ്ങനെ നീളുന്നു ആ ലിസ്റ്റ്. ഇന്നോ ഇന്നലെയോ കൊണ്ടല്ല, വർഷങ്ങൾക്ക് മുൻപ് തന്നെ ആരംഭിച്ചതാണ് ഇതെല്ലാം. ആ താരമൂല്യത്തിന്റെ തുടക്കം ക്ലാസിക് സിനിമ ചിത്രത്തിൽ നിന്നാണ്. 44 ലക്ഷത്തിൽ നിർമ്മിച്ച ചിത്രമെന്ന് നേടിയത് 4 കോടിയോളമാണ്. അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായും ചിത്രം മാറിയിരുന്നു. കിലുക്കത്തിലൂടെ ആ വൻ വിജയം മോഹൻലാൽ ആവർത്തിക്കുകയും ചെയ്തു. താരമൂല്യത്തിൽ സെൻസേഷണൽ ആയത് 2000-ൽ പുറത്തിറങ്ങിയ നരസിംഹമാണ്. പൂവള്ളി ഇന്ദുചൂടനായി മസ്കുലിനിറ്റിയുടെ പീക്കിൽ മോഹൻലാൽ താണ്ഡവമാടിയപ്പോൾ ബജറ്റിന്റെ 10 ഇരട്ടിക്ക് അപ്പുറമാണ് കളക്ഷൻ വന്നു ചേർന്നത്. മലയാളത്തിൽ സിനിമകൾക്ക് ബെഞ്ച്മാർക്കായി മാറിയ നരസിംഹം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ചപ്പോൾ മോഹൻലാലിന്റെ താരമൂല്യം കൂടെയാണ് അവിടെ ഊട്ടിയുറക്കപ്പെട്ടത്. വർഷങ്ങൾക്കിപ്പുറം ദൃശ്യത്തിലൂടെ അദ്ദേഹം മലയാളത്തിന് മറ്റൊരു മൈൽ സ്റ്റോൺ കാട്ടിത്തന്നു, 50 കോടി ക്ലബ്ബ്. തൊട്ടടുത്ത ഇൻഡസ്ട്രികൾ 100-ഉം 200-ഉം കൊണ്ട് അമ്മാനമാടുമ്പോൾ മലയാളം വന്ന് 50 കോടി കാണുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അത് സാധ്യമായത് അയാളുടെ സ്റ്റാർഡം ഒന്നുകൊണ്ടെന്ന് നിസ്സംശയം പറയാം. 3 വർഷത്തിനുള്ളിൽ ആ 50 100ആയി മാറി. പുലിമുരുകനിലൂടെ മലയാളത്തിലെ ആദ്യ 100 കോടി. വെറും 100 രൂപയിൽ താഴെ മാത്രം ടിക്കറ്റ് റേറ്റുള്ള കാലത്ത്, മൾട്ടിപ്ലക്സ് എന്ന സംഭവ വികാസം വിരളമായ സമയത്ത് കേരളത്തിൽ മാത്രം 85 കോടി നേടി ആ മാന്ത്രിക നമ്പറിൽ മോഹൻലാൽ തന്റെ അടയാളം പതിപ്പിച്ചു. മുരുകനെ തീർക്കാൻ എത്തിയവരെല്ലാം അതിനാകാതെ വഴിമാറിപ്പോയപ്പോൾ രണ്ടാമത്തെ 100 കോടിയുമായി അദ്ദേഹം വീണ്ടും എത്തി. ലൂസിഫറിലൂടെ മറ്റൊരു താരത്തിനും ഒരെണ്ണം പോലും ഇല്ലാത്തിടത്ത് അദ്ദേഹം 2 100 കോടിയുമായി തിളങ്ങി. പിന്നെയും 4 വർഷം വേണ്ടി വന്നു മറ്റൊരു മലയാള സിനിമയ്ക്ക് ആ മാർക്കിലെത്താൻ. 2018 പുലിമുരുകനെ വെട്ടി ഇൻഡസ്ട്രി ഹിറ്റായി. തൊട്ടടുത്ത വർഷം മോളിവുഡിൽ പിറന്നത് 6 100 കോടി ചിത്രങ്ങളാണ്. മലയാള സിനിമയെ സംബന്ധിച്ച് 2024 സുവർണ്ണ വർഷമായിരുന്നെങ്കിലും അതിൽ ലാൽ ഫാക്ടർ ഇല്ലായിരുന്നു. അഭിനയിച്ച ചിത്രവും സംവിധാന സംരംഭവും അമ്പേ പരാജയമായി. പലരും അദ്ദേഹത്തിന്റെ സ്റ്റാർഡത്തെ ചോദ്യം ചെയ്തു. അപ്പോഴെല്ലാം ആരാധകർ ഏറ്റുപിടിച്ചൊരു വാചകമുണ്ട്, എമ്പുരാൻ വരട്ടെ ഏട്ടൻ തൂക്കുമെന്ന്. അങ്ങനെ എമ്പുരാനിലൂടെ ഫസ്റ്റ് ഡേ തൊട്ട് ഫൈനൽ ഡേ വരെ സകലമാന റെക്കോർഡ് മോഹൻലാൽ തൂക്കി. അപ്പോഴും ഇൻഡസ്ട്രി ഹിറ്റ് സ്റ്റാറ്റസ് നേടാൻ ചിത്രത്തിനായില്ല. എന്നാൽ പിന്നാലെയത്തെ തുടരും ആ സങ്കടമങ്ങ് മായ്ച്ചു കളഞ്ഞു. മാത്രമല്ല കേരള ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന ആദ്യ ചിത്രമായും മാറി. കൂടാതെ തുടർച്ചയായി 200 കോടിയും 200 കോടിയുമുള്ള ഏക മലയാളം നായകനായും അദ്ദേഹം മാറി. മാസങ്ങൾക്കിപ്പുറം എമ്പുരാനിട്ട റെക്കോർഡ് ലോകം മറികടന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലും വൈകാതെ ലോക പുതുചരിത്രം കുറിച്ചേക്കും. അപ്പോഴും അതെല്ലാം തങ്ങളുടെ ലാലേട്ടൻ ബ്രേക്ക് ചെയ്യുമെന്ന് ആരാധകർ പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനിലുള്ള അവരുടെ കോൺഫിഡൻസ് എത്രയെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ലോകയുടെ കൂടെ ഇറങ്ങിയ ഹൃദയപൂർവ്വം 75 കോടി നേടി സൂപ്പർ ഹിറ്റ് അടിച്ചിട്ടും മോഹൻലാൽ ഫാൻസ് അതിനെ ബ്ലോക്ക് ബസ്റ്റർ ഗണത്തിൽ പെടുത്തുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ സിനിമകളുടെ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ഇപ്പോൾ 100 കോടിക്കും മുകളിലാണ്. 550 കോടിക്ക് മുകളിൽ ഗ്രോസ് നേടി 2025 മൊത്തത്തിൽ തന്റേത് മാത്രമാക്കി അത്യുന്നതിയിൽ നിൽക്കവേ ഫാൽക്കെ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തുന്നു. പൂർണ്ണതയിൽ നിൽക്കുമ്പോഴും ഇടന്തോൾ മെല്ലെ ചിരിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ ആ നിമിഷം വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമാണ്. മുകളിലേക്ക് കയറുമ്പോൾ കൂടെ നിൽക്കുന്നവരെ നോക്കുക, കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും സപ്പോർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല. റെക്കോർഡുകൾ സൃഷ്ടിക്കാനും തിരുത്താനും താങ്കൾ വീണ്ടും വരുമെന്നറിയാം. അതിനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് ഓരോ മലയാളിയും. പുത്തൻ വിസ്മയങ്ങൾക്കായി മലയാളത്തിന് മോഹൻലാലിനായി കാത്തിരിക്കുന്നു.